ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൂട്ടുകാരി, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, യൂട്യൂബ് എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാമെന്നും പിന്നെ എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാമെന്നുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലായിട്ട് വരുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മോട്ടിവേഷനും 1000 സബ്സ്ക്രൈബേഴ്സും ആവാമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ ചിലവർക്കൊക്കെ ഡൗട്ടായിരിക്കും, നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവാം, പക്ഷേ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കാണും. ചിലവരാണെങ്കിൽ 4000 വാച്ച് ടൈം എത്തിക്കാണ്, പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും അതിനായിട്ട് മെയിനായിട്ട് വേണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു വീഡിയോസും ഒരു ഷോർട്സും വീതം ഇടാം. ചിലവരാണെങ്കിൽ ഒരാഴ്ചയിൽ 1-2 വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സേ ഇടത്തുള്ളൂ. അങ്ങനെ ഇടാൻ പാടില്ല. നമ്മൾ ആദ്യം കണ്ടിന്യൂ ആയിട്ട് തന്നെ വീഡിയോസും ഷോർട്സും ഇടാൻ ട്രൈ ചെയ്യുക. എന്നാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും വാച്ച് ടൈം ആയാലും കൂടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാൻ ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ആദ്യമൊന്നും വല്ലപ്പോഴൊക്കെ വീഡിയോസൊക്കെ ഇടാത്തുള്ളൂ. വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഞാൻ വല്ലപ്പോഴൊക്കെ ഇടത്തുള്ളൂ. അങ്ങനെ ആയിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഇടാൻ തുടങ്ങി. വീഡിയോസ് അല്ല, ഷോർട്സ്. ഒരു ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ അല്ലെങ്കിൽ 4 വീഡിയോസൊക്കെ വരുന്നത് ഞാൻ ഇടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെയൊക്കെ ആ ഒരു ഷോർട്സിൻ്റെയൊക്കെ വ്യൂസ് അത്യാവശ്യം തോനെയൊക്കെ ഉണ്ടായിരുന്നു. 1000 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2000, 3000 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഇടണം. എന്നാലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ആദ്യം ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും എല്ലാ ദിവസവും ഇടാൻ ട്രൈ ചെയ്യണേ. ഞാനിപ്പോൾ ഈ ട്രിക്ക് എനിക്ക് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഇപ്പം എല്ലാ ദിവസവും അത്യാവശ്യം കണ്ടിന്യൂ ആയിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട്, ചില യൂട്യൂബർമാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ ചിലവരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം നമ്മളിപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടം മാത്രം വീഡിയോസും ഷോർട്സൊക്കെ ഇടാൻ ട്രൈ ചെയ്യുക. അങ്ങനെയല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും 1 അല്ലെങ്കിൽ 2 വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നമ്മൾ ഇടണം. മസ്റ്റായിട്ട് അതാണ് വേണ്ടത്. അത് അങ്ങനെ ചെയ്താലും നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇപ്പോൾ വ്യൂസ് ആയാലും നമുക്ക് കൂടത്തുള്ളൂ. എനിക്കിപ്പോൾ അത്യാവശ്യം എല്ലാത്തിനും വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോസിൽ വ്യൂസ് കുറവാണ്. 100, 200 അല്ലെങ്കിൽ 60 അങ്ങനെയൊക്കെ പോകണുള്ളൂ. അപ്പോൾ നമ്മളിപ്പം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യണം. മസ്റ്റായിട്ട് നമുക്ക് വാച്ച് ടൈമിൽ വേണ്ടത് വ്യൂസാണ്, വാച്ച് ടൈമിൽ വേണ്ടത് വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എല്ലാ ദിവസവും മസ്റ്റായിട്ട് വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യണം, എന്നാലും നമുക്ക് വാച്ച് ടൈം കൂടത്തുള്ളൂ. ചിലവർക്കാണെങ്കിൽ വാച്ച് ടൈം കിട്ടുന്നില്ല, 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, ബട്ട് എനിക്ക് വാച്ച് ടൈം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും അതിനായിട്ട് മസ്റ്റായിട്ട് വേണ്ടത് വീഡിയോസ് എല്ലാ ദിവസവും ഇടണം. അതാണ് മസ്റ്റായിട്ട് വേണ്ടത്. ചില യൂട്യൂബർമാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോസ് എല്ലാ ദിവസവും ആഴ്ചയിൽ 1-2 വട്ടമായിരിക്കും ഇടാനായിരിക്കും അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എല്ലാ ദിവസവും മസ്റ്റായിട്ട് തന്നെ ഈ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഇടണം. എന്നാലും നമുക്ക് ഈ ഒരു വാച്ച് ടൈം ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീഡിയോസിന് ഇടുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈം കണ്ടെത്തണം. വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നമ്മൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തണം. ഇപ്പോൾ വീഡിയോസ് രാവിലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് അതുപോലെ ഒരു സമയം കണ്ടെത്തി ഇടണം. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഇട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് വരെ തന്നെ നമ്മൾ പ്രൊമോട്ട് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോസിനും ഷോർട്സിനും അതായതായിട്ടുള്ള ടൈം കണ്ടെത്തണം. എന്താണ് മസ്റ്റായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതുപോലെ ചെയ്താലേ നമുക്കിപ്പോൾ സത്യം മസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ രാത്രി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ രാത്രിയായിട്ട് വീഡിയോസ് ഇട്ട് നോക്കിയൊരു കേട്ടോ. അപ്പോൾ വ്യൂസും അത്യാവശ്യം കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വ്യൂസ് രാത്രിയല്ല കിട്ടുന്നത്, രാവിലെയും പകലും ഉച്ചയ്ക്കൊക്കെ അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് വ്യൂസ് കിട്ടുന്നത്. രാത്രി ആകുമ്പോൾ ആരും കാണുന്നില്ല. അതാണ് മസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ
നിങ്ങളും ഇതുപോലെ ഒരു സമയം കണ്ടെത്തിയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വ്യൂസ് കയറും. അതിന് ഒരു കാര്യമല്ല, ഉറപ്പായിട്ടും കയറും. നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ചാനൽ മോട്ടിവേഷൻ ആക്കാനും പറ്റും നിങ്ങളെക്കൊണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.